കൊണ്ടുവന്നൊരു വാർത്ത ഇന്ന് പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയില്ലേ നമ്മൾ കണ്ടത്? എന്തായിരുന്നു അത്? ഇഡിയുടെ സമൻസ്. പത്രം റിപ്പോർട്ട് ചെയ്തത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകനെ ഇഡി ഒരു സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2023 വന്ന സമൻസാണേ. ഇന്ന് അതേ പത്രത്തിന്റെ അതേ ചാനലിനും എല്ലാ മാധ്യമങ്ങൾക്കും പറയേണ്ടി വന്നിരിക്കുന്നു, ഇഡി അന്ന് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലല്ല, പകരം അയച്ചിരിക്കുന്നത് ലാവ്ലിൻ കേസിലാണ്. അതാണ് അതിലും വിചിത്രമായ കാര്യം. ലാവ്ലിൻ കേസ് നടക്കുന്ന സമയത്ത്, അഥവാ ലാവ്ലിൻ ഇടപാട് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന്റെ പ്രായം എന്ന് പറയുന്നത് 10-11 വയസ്സ് മാത്രമാണ് ആ സമയത്ത് എന്ന് നിർമ്മിക്കണം. അതിനുശേഷമാണ് ലാവ്ലിൻ കേസ് രജിസ്റ്റർ ചെയ്ത വർഷങ്ങൾക്കിപ്പുറം ബിർമിംഗ്ഹാമിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ലാവ്ലിന്റെ ഇടനിലക്കാരനായിരുന്ന ഒരാൾ ഇയാൾക്ക് സെക്യൂരിറ്റി നിന്നു എന്നതാണ് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അന്ന് വന്ന വാർത്തയാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇഡി സമൻസ് കൊടുത്തിരുന്നത്. 2023 സമൻസ് കൊടുത്തിരുന്നത്. സമൻസ് വിവേക് കൈപ്പറ്റിയോ? ഇല്ലല്ലോ. സമൻസ് കൊടുത്തത് വിവേകിന്റെ ഏത് അഡ്രസ്സിലാണ്? ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ വിവേക് താമസിച്ചിരുന്നില്ലല്ലോ. എന്നിട്ടും ക്ലിഫ് ഹൗസിലെ അഡ്രസ് എന്ന മട്ടിൽ ഒരു സമൻസ് കൊടുത്തുവെന്നും ആ സമൻസ് കൈപ്പറ്റാതെ ഇഡിക്ക് തിരിച്ചുപോയി എന്നും ഇഡി പിന്നീട് ആ കേസിൽ ഒരു തുടർനീക്കവും നടത്തിയിട്ടില്ല എന്നുള്ളതുമല്ലേ വാസ്തവം? എന്താണ് ലാവ്ലിൻ കേസിന്റെ വാസ്തവം? 2017 ഹൈക്കോടതി എഴുതിത്തള്ളിയ കേസ് സുപ്രീം കോടതിയിൽ CBI അപ്പീൽ പോയി 38 തവണ CBI അഭിഭാഷകന് ഹാജരാവാതെ ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന കേസല്ലേ? അതിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിൽ നിന്ന് ഒരു തെളിവിന്റെ കണികയെങ്കിലും CBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? നാളിതുവരെ 2017 CBIയുടെ കോടതി വെറുതെ വിട്ട പിണറായി വിജയനെ ഹൈക്കോടതിയും വെറുതെ വിട്ടു. എന്നിട്ടും പിണറായി വിജയനെ വെറുതെ വിട്ടില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയന് പകരം പിന്നീട് പിണറായി വിജയന്റെ മകളെ CMRL എക്സാലോജിക്ക് കേസിൽ കുടുക്കാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോ ലാവ്ലിൻ കേസിൽ ഇനി മുഖ്യമന്ത്രിയുടെ മകനെ ഇതുവരെയും നമ്മൾ ഈ മകൻ വിവേകിന്റെ പേര് ഒരിടത്തും വലിച്ചിഴച്ച് കേട്ടിട്ടില്ല. മകന്റെ പേരിൽ കൂടി ഇപ്പോൾ ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ഇഡി ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു പ്രിഡിക്കമെന്റ് ഒഫൻസ് അവിടെ വേണം. ECIR ഇഡി ഇടുന്നത് 2021 ഏത് കേസിലാണെന്നറിയാമോ? 2006 ക്രൈം നന്ദകുമാർ കൊടുത്ത കേസിൽ 15 വർഷത്തിനു ശേഷം 2021 തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇഡി ഒരു ECIR ഇടുക. ആ ECIR നിയമപരമായി നിലനിൽക്കുമോ എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. കാരണം 2017 അതിന്റെ പ്രെഡിക്കമെന്റ് ഒഫൻസ് ആയിട്ട് ലാവ്ലിൻ കേസ് ഹൈക്കോടതി തീർപ്പാക്കി. ആ വിഷയത്തിലാണ് ഇഡി ഒരു ECIR ഇട്ടിരിക്കുന്നത്. ആ ECIR-നെ തുടർന്നാണ് കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതടക്കം വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അർത്ഥസത്യങ്ങളെ പൂർണ്ണ സത്യങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യയും പ്രചരണ രീതിയും നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. സത്യമറിയാനുള്ള എല്ലാ അവകാശവും ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്.